ക്രിസ്മസ് വാരത്തിൽ ബെവ്കോയിൽ റെക്കോർഡ് മദ്യവിൽപ്പന 332.62 കോടി രൂപയുടെ വിൽപ്പന നടന്നെന്നാണ് കണക്ക്. കഴിഞ്ഞ വർഷം ഇക്കാലയളവിൽ 279.54 കോടിയുടെ മദ്യമായിരുന്നു വിറ്റത്. കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷത്തേക്കാൾ 19% വർധനവാണ് ഉണ്ടായത്. ഡിസംബർ 22 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിലെ വിൽപ്പനയാണ് കണക്കാക്കിയത്. ഡിസംബർ 24-ന് വിൽപ്പന 100 കോടി കടന്നു. 114.54 കോടിയുടെ മദ്യമാണ് അന്ന് മാത്രം വിറ്റത്. ഡിസംബർ 22-ന് 77.62 കോടി, 23-ന് 81.56 കോടി, ക്രിസ്മസ് ദിനത്തിൽ 59.21 കോടി എന്നിങ്ങനെയാണ് ഇത്തവണത്തെ കണക്ക്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ബെവ്കോ പ്രീമിയം കൗണ്ടറുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. തൃശൂരും കോഴിക്കോടും ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പ്രീമിയം കൗണ്ടറുകൾ ഈ അടുത്തായാണ് തുറന്നിരുന്നത്. ആഘോഷങ്ങൾക്കൊപ്പം ഇതും വിൽപ്പനയിലെ വർധനവിന് കാരണമായി. അതേസമയം ബെവ്കോയുടെ മദ്യക്കുപ്പികൾ തിരികെ വാങ്ങുന്ന പദ്ധതിയും നടക്കുന്നുണ്ട്. ബെവ്കോ ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങുമ്പോൾ 20 രൂപ അധികം വാങ്ങുകയും കാലിക്കുപ്പി തിരികെ നൽകുമ്പോൾ പണം തിരിച്ചു നൽകുകയും ചെയ്യുന്നതാണ് പദ്ധതി. ജനുവരി 1 മുതൽ പൂർണ്ണതോതിൽ പദ്ധതി പ്രാബല്യത്തിൽ വരും. ക്ലീൻ കേരള കമ്പനിയുമായാണ് ബെവ്കോ ഇതിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതെന്നും പരമാവധി കുപ്പികൾ എല്ലാവരും തിരികെ ഏൽപ്പിക്കണമെന്നും പരീക്ഷണാടിസ്ഥാനത്തിലാണ് പദ്ധതിയെന്നും ബെവ്കോ എം ഡി ഹർഷിത അട്ടല്ലൂരി വ്യക്തമാക്കി.